നിത്യയൗവനത്തിന് വേണ്ടി 6000-ലധികം കന്യകമാരുടെ മാംസം ഭക്ഷിച്ചും രക്തം കുടിച്ചും ആനന്ദം കണ്ടെത്തിയ ലേഡി ബത്തോറി എന്ന ലേഡി ഡ്രാക്കുള. ലോകം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ സീരിയൽ കില്ലർ എന്ന കുപ്രസിദ്ധിയിൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച സ്ത്രീയാണ് ലേഡി ബത്തോറി. 1560-ൽ ഹംഗറിയിലെ രാജകുടുംബത്തിലായിരുന്നു ബത്തോറിയുടെ ജനനം. 15-ാം വയസ്സിൽ ഹംഗേറിയൻ പട്ടാളത്തിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഫെറൻക് നഡാസ്റ്റിയുമായി ബത്തോറി വിവാഹിതയായി. 1578-ൽ ഒട്ടോമൻ സാമ്രാജ്യത്തിനെതിരെയുള്ള യുദ്ധത്തിൽ നഡാഡ്സ്കി നിയമിതനാകുന്നു. ഇതോടെ ഭർത്താവിന്റെ സ്വത്തുവകകൾ കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്തം ബത്തോറിക്കായി. അധികം വൈകാതെ തന്നെ ബത്തോറിയെ അകാല വാർദ്ധക്യം പിടികൂടി. സമയത്തിനു മുൻപ് തേടിയെത്തിയ വാർദ്ധക്യം ബത്തോറിയിൽ ശാരീരികമായും മാനസികമായും തളർത്തിയിരുന്നു. ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുവാൻ തന്നെക്കൊണ്ട് കഴിയില്ല എന്ന ചിന്ത അവരിൽ വർദ്ധിച്ചു വന്നു. എന്നാൽ അപ്രതീക്ഷിതമായ ഭർത്താവിന്റെ മരണം ബത്തോറിയെ തളർത്തിയെങ്കിലും ജീവിതത്തോടുള്ള ആസക്തി അവരിൽ അധികരിച്ചുകൊണ്ടിരുന്നു. സൗന്ദര്യമുണ്ടെങ്കിൽ പണവും പ്രതാപവും എളുപ്പത്തിൽ തന്നെ നേടാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്ന ബത്തോറി സൗന്ദര്യവർദ്ധനവിനായി കണ്ടെത്തിയ മാർഗമായിരുന്നു മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചത്. കന്യകമാരുടെ രക്തം പുരണ്ടാൽ നിത്യയൗവനം നേടുവാൻ കഴിയുമെന്ന് വിശ്വസിച്ച് ബത്തോറി തന്റെ ആൾബലം കൊണ്ട് ദേശത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവരുന്നു. പെൺകുട്ടികളെ കൊലപ്പെടുത്തിയതിനു ശേഷം അവരുടെ രക്തം കുടിച്ചും മാംസം തിന്നും അവർ ആനന്ദം കണ്ടെത്തി. മാംസം പച്ചയ്ക്കും വേവിച്ചും ഭക്ഷിച്ചും ഇരകളുടെ രക്തത്തിൽ കുളിച്ചും അങ്ങനെ ഏകദേശം 6 വർഷത്തോളം നീണ്ടു ബത്തോറിയുടെ ഭ്രാന്ത്. പതിവ് പോലെ ബത്തോറി രക്തം കുടിച്ചു കഴിഞ്ഞ 2 മൃതദേഹങ്ങൾ കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിയുന്നു. ഇത് ചെന്ന് വീണതോ നാട്ടുകാരുടെ മുന്നിലും. അങ്ങനെ ബത്തോറിയുടെ മനുഷ്യവേട്ടയുടെ കഥകൾ ഓരോന്നായി പുറം ലോകം അറിയുവാൻ തുടങ്ങി. അങ്ങനെ 1614-ൽ തടവറയിൽ അകപ്പെട്ട ബത്തോറി മരണപ്പെടുന്നു. ബത്തോറിയുടെ മരണശേഷവും ഏകദേശം 100 വർഷത്തോളം ബത്തോറിയുടെ പേരുപോലും പറയുന്നത് ഹംഗറിയിൽ നിരോധിച്ചിരുന്നു. മരണശേഷവും ബത്തോറി ഒരു പേടിസ്വപ്നം പോലെ ഹംഗേറിയൻ തെരുവുകളിൽ ഇപ്പോഴും അലയുന്നുണ്ടാകാം.